യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ഐ ഗ്രൂപ്പ്. നീക്കം KSU തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കമാൻഡിന് കത്ത് നൽകും. വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേർന്നു. ജീവൻ, നമുക്കറിയാം CR മഹേഷ് അടക്കം ഉയർത്തിയ പല വെല്ലുവിളികൾ, അതിനെ തുടർന്ന് പല നേതാക്കന്മാരും പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെയാണോ ഇതിനെ കാണേണ്ടത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, രാഷ്ട്രീയത്തിലെ ധാർമ്മികത ഇല്ലായ്മയുടെ വിജയമാണ് KSU തെരഞ്ഞെടുപ്പിലൂടെ എ ഗ്രൂപ്പ് സ്വന്തമാക്കിയത് എന്നാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ആരോപണം. വ്യാജ മെമ്പർഷിപ്പുകൾ ചേർത്തുകൊണ്ടും ഒപ്പം നിറവില്ലാത്ത രൂപത്തിലുമാണ് ഇത്തരത്തിൽ അവർ അധികാരം പിടിച്ചെടുത്തത്. ആദ്യഘട്ടത്തിൽ പരസ്പരം മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതുധാരണ ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ വ്യാജമായി ചേർത്ത 90% അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഐ ഗ്രൂപ്പിന് ധാരണ ഉണ്ടായിരുന്നതിനാൽ അതിൽ ഇടപെടാനായി പോയില്ല. എന്നാൽ പിന്നീട് KPC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തി പ്രകടനം എന്നോണമാണ് KSU തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി എ ഗ്രൂപ്പ് നീങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ അംഗങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ KSU തെരഞ്ഞെടുപ്പ് പിടിച്ചെടുത്തത് എന്നതാണ് ഐ ഗ്രൂപ്പ് ഇത് ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്നതാണ് ഐ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. അതിന്റെ ആഘാതവും ഞെട്ടലും ഐ ഗ്രൂപ്പ് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി പിരിച്ചുവിടണം എന്ന ഒരു നിർദ്ദേശവുമായി ഐ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് പരാതി നൽകാനും ഐ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. അജിംഷാ, KSU ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിൽ തർക്കം മൂലം ഔദ്യോഗികമായ പ്രഖ്യാപനം കഴിഞ്ഞില്ല എന്ന വാർത്തകളെത്തി. ഔദ്യോഗികമായി NSU നേതൃത്വം ഇത് പ്രഖ്യാപിച്ചോ? ഒന്ന്. രണ്ടാമത്തെ വിഷയം, മാധ്യമപ്രവർത്തകർക്കെതിരെ ഇന്നലെ കയ്യേറ്റമുണ്ടായിരുന്നു. അജിംഷാദ്, പ്രധാനമായും കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് പ്രധാന തർക്കം നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ എ ഗ്രൂപ്പിലെ ഭാരവാഹികളടക്കമുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ എല്ലാ ഇതിലേക്കും ചലഞ്ചിങ് നടത്തിയിരിക്കുന്നതിനാൽ പ്രഖ്യാപിക്കാൻ NSU നേതൃത്വത്തിനായില്ല. നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കിരൺ വാസവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം നാളെയോടുകൂടി NSU വെബ്സൈറ്റിലേക്ക് ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അപ്ലോഡ് ചെയ്യും എന്നതാണ്. വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ പോലും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതായുള്ള വാർത്തകൾ പുറത്തുവന്നെങ്കിലും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാത്തതായി KSUവിന് പൊതുവിൽ നാണക്കേടായിട്ടുണ്ട്. ഒരു ആഹ്ലാദ പ്രകടനം പോലും ഇതിന്റെ ഭാഗമായി നടത്താനോ ശരി, വ്യക്തമാണ്. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. MM ഹസൻ KPCC താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റു. രാവിലെ 11 മണിയോടെ KPCC ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേറ്റത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇന്ദിരാഭവനിൽ സന്നിഹിതരായിരുന്നു. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ഒരുപക്ഷെ സുധീരനെതിരെ സജീവമായി ചരടുവലി നീക്കിയിരുന്ന ഒരാൾ കൂടിയാണ് MM ഹസൻ. MM ഹസന്റെ ചുമതലയേൽക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഔദ്യോഗികവും അനൌദ്യോഗികവുമായ വിവരങ്ങൾ. രാവിലെ 11:30 KPCC ആസ്ഥാനത്താണ് ഈ MM ഹസൻ താൽക്കാലിക KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങുകൾ നടന്നത്. പഴയ പ്രസിഡന്റായിരുന്ന VM സുധീരൻ സ്ഥാനമൊഴിഞ്ഞ് അധികാരം MM ഹസന് കൈമാറുകയായിരുന്നു. VM സുധീരൻ ഇതുമായി ബന്ധപ്പെട്ട് അധികാരം ഒഴിയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഗ്രൂപ്പ് അല്ല പാർട്ടിയാണ് വലുത് എന്നുള്ള രീതിയിലായിരിക്കണം പുതിയ പ്രസിഡന്റിന്റെ പ്രവർത്തനം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ശക്തമായ രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹസനാകും എന്നുള്ള ഒരു പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിനുശേഷമാണ് ഹസൻ മറുപടി പറഞ്ഞത്. പാർട്ടിയിൽ വിഭാഗീയത ഒഴിവാക്കിക്കൊണ്ട്, വിഭാഗീയത ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് താൻ ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ നേതാക്കളുമായുള്ള ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകും. പാർട്ടിയിൽ ഐക്യം ശക്തിപ്പെടുത്തും. ഒരു വിഭാഗീയതയ്ക്ക് വശമാകാതെയുള്ള പ്രവർത്തനമായിരിക്കും തന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് ഹസൻ പറഞ്ഞത്. പാർട്ടിയെ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇനിയുള്ള സമയം വളരെ നിർണായകമായി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത്. അച്ചടക്കമുള്ള പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റും. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികളും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. UDFന് വോട്ട് തേടി KM മാണി ഇന്ന് മലപ്പുറത്ത്. കേരള കോൺഗ്രസ് കൺവെൻഷൻ വൈകിട്ട് 3 മണിക്ക് ടൗൺ ഹാളിൽ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം PK കുഞ്ഞാലിക്കുട്ടി നാളെയും NDA മറ്റന്നാളും തുടങ്ങും. LDF സ്ഥാനാർത്ഥി ഇന്ന് മങ്കട മണ്ഡലത്തിലാണ്.
UDF സ്ഥാനാർത്ഥി P.K. കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചോദിക്കാനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. P.J. ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. കേരള കോൺഗ്രസിന്റെ പിന്തുണ തേടി ലീഗ് നേതൃത്വം മാണിയെ സമീപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത ആവേശം അണികളിലുണ്ടായെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗം ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുമാറ് ആവേശം എല്ലായിടത്തും പ്രകടമാണ്. UDFന്റെ മണ്ഡല പര്യടനം നാളെ തുടങ്ങും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ ഇന്ന് മങ്കട മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പര്യടനം പൂർത്തിയാവുന്നതോടെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിലേക്ക് കടക്കും. NDA മുന്നണി മണ്ഡലതല പര്യടനം നാളെ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മൂന്നാർ ഭൂമി വിഷയത്തിൽ ഇടുക്കി ദേവികുളം സബ് കളക്ടറുടെ നടപടി നിയമവിരുദ്ധമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ നിയമവിരുദ്ധമായും ജനദ്രോഹപരമായുമാണ് പ്രവർത്തിക്കുന്നത്. നടപടി തിരുത്താൻ സബ് കളക്ടർ തയ്യാറാകണമെന്നും KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഭൂമി സംബന്ധമായ അഞ്ച് നാട്, മറയൂര്, കാന്തല്ലൂര്, വട്ടവട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കണമെന്നാണ്. അങ്ങനെ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 80 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ഒരു നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന് വരണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സബ് കളക്ടർ അവിടെ പോയിരുന്നു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓസ്ട്രേലിയയിൽ മലയാളി ടാക്സി ഡ്രൈവറെ തദ്ദേശീയർ ആക്രമിച്ചു. ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിച്ചായിരുന്നു കോട്ടയം പുതുപ്പള്ളി സ്വദേശി ലിമാക്സിനെ ആക്രമിച്ചത്. ഇയാളുടെ മുഖത്ത് പരിക്കേറ്റു. ടാസ്മാനിയ സംസ്ഥാനത്തെ ഹൊബാർട്ടിലെ ഭക്ഷണശാലയിലായിരുന്നു ആക്രമണം. വംശീയ ആക്രമണമാണെന്ന് കാട്ടി ഇയാൾ ടാസ്മാനിയൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഹൊബാർട്ടിലെ മാക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റിൽ ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ ടോൾ ഫ്രീ നമ്പർ മിത്ര 181 എന്ന ഹെൽപ്പ് നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാകുക. പോലീസിന്റെയും വിവിധ സർക്കാരേതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി ഇനി വിളിക്കുക 181 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. സംസ്ഥാനത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭം മിത്ര 181 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ, ആരോടും പറയാനില്ല എന്ന സങ്കടമുണ്ടാവരുത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. കുടുംബത്തിനകത്തോ വെളിയിലോ നിരന്തരമായിട്ട് അവഹേളിക്കപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ആയ വലിയ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആധിപത്യത്തിന് വിധേയമാകുന്നു എന്ന് വന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് തൊട്ടടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തു നിന്നുള്ളവർക്കും ഈ 3 അക്കത്തിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാം. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമാക്കിയാണ് മിത്ര 181ന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. ഒരു സമയം 32 പേരിൽ നിന്നും പരാതികൾ സ്വീകരിക്കും. ലഭിക്കുന്ന പരാതികൾ അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി തുടർ നടപടിയും ഉറപ്പാക്കും. ഇതിന്മേൽ കൃത്യമായ നിരീക്ഷണവും ഉണ്ടാകും. പോലീസിന്റെയും വിവിധ സർക്കാരേതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായും സുരക്ഷിതരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പും സംസ്ഥാന വനിതാ കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതിയുടെ മേൽനോട്ടം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും വരൾച്ചയിൽ വയനാട്ടിലെ നെൽകൃഷി തകരുമ്പോൾ ഒരു വിഭാഗം കർഷകർ പരമ്പരാഗത ഗോത്രവർഗ നെല്ലുവിത്തുകളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. പരമ്പരാഗത നെല്ലുവിത്തുകൾക്ക് വരൾച്ചയെ നേരിടാൻ അതീവ ശേഷിയുണ്ടെന്ന് കാർഷിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു. അത്യുഷ്ണത്തിൽ വയനാടൻ മലനിരകൾ ചുട്ടുപൊള്ളുകയാണ്. കർഷകരാരും ഇപ്പോൾ പുഞ്ചകൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്ന കൃഷിയാകട്ടെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. വയനാട്ടിൽ 39,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെറും 9,000 ഹെക്ടറായി ചുരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം നെൽപ്പാടങ്ങളെ വരണ്ടുണങ്ങിയ ഭൂമിയാക്കി മാറ്റിയപ്പോൾ ഊരുകളിലെ ആദിവാസികളിൽ പലരും തൊഴിലില്ലാതെ രോഗങ്ങളുടെ പിടിയിലമർന്ന് വേനൽമഴയ്ക്കായി കാത്തിരിക്കുകയാണ്. വൻ ഉൽപാദനം ലക്ഷ്യമിട്ട് ആധുനിക വിത്തിനങ്ങളെ മാത്രം ആശ്രയിച്ചവരെല്ലാം ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത നെൽവിത്തുകളെ തേടിയെത്തുകയാണ്.
മുള്ളൻകൈമയും പൊന്മണിയും മരത്തുണ്ടിയും വെളിയനും വയനാടൻ തുണ്ടിയുമെല്ലാം പരീക്ഷിച്ച് പലരും അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുന്നു. ഈ കഴിഞ്ഞിടെ മഴയില്ലാഞ്ഞിട്ടും കതിര് വരുമ്പോൾ ഒരുവിധം മണി നിറഞ്ഞ് വിളഞ്ഞിരിക്കുന്നത് പാരമ്പര്യ വിത്തുകൾ മാത്രമാണ്. ഈൽഡ് വെറൈറ്റികളൊക്കെ മണികൾ ഈ കന്നി തുലാവർഷം ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഗോത്രവർഗ്ഗക്കാരും കർഷകരും മാത്രമല്ല കാർഷിക ശാസ്ത്രജ്ഞരും വയനാടൻ നെൽവിത്തിനങ്ങളുടെ സാധ്യതകൾ ആരായുന്നു. നമ്മുടെ നാട്ടില് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നെല്ലിന്റെ ഒരുപാട് തരങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ കർഷകർ അതാത് കാലാവസ്ഥകൾക്കും അതാത് പ്രദേശത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പുവട്ടൻ എന്ന് പറയുന്ന ഒരു നാടൻ വിത്ത്, അത് ഭയങ്കരമായിട്ട് അതിനെ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിത്താണ്. വരൾച്ചയിൽ വരണ്ടുടങ്ങിയ ഈ നെൽപ്പാടങ്ങൾ പഴയ പച്ചപ്പിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ആദിവാസി ഊരുകളിലെ ജീവിത പ്രയാസങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ബത്തേരിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷം കൈരളി ടിവിയും പത്തനംതിട്ട പൗരാവലിയും കാഴ്ചയും ചേർന്ന് വലിയ ജനസമക്ഷത്തിൽ ആഘോഷിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കൈരളി ടിവിയുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങേറി. ഈ പരിപാടിയുടെ പൂർണ്ണരൂപം ഈസ്റ്റർ ദിനത്തിൽ കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ചിരിയുടെ തമ്പുരാന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കാൻ നാടൊട്ടുക്കാണ് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണനാവുള്ള തിരുമേനി എന്നാണ് ക്രിസോസ്റ്റം തിരുമേനി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വളരെ സരളമായ ഭാഷയിൽ തമാശ കലർന്ന പ്രസംഗത്തിലൂടെ അതിഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായ കഴിവാണ് തിരുമേനിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത 100 കിലോ വരുന്ന കേക്കാണ് ആഘോഷ പരിപാടിയിൽ തിരുമേനി മുറിച്ച് എല്ലാവർക്കുമായി പങ്കുവച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ 99 വർഷം എനിക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ തക്കവണ്ണം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും ആ ഉപകാരങ്ങൾ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ദൈവം എന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനിക്ക് പ്രണാമങ്ങളുമായി രാഷ്ട്രീയ സാംസ്കാരിക നായകരുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. തുടർന്ന് കൈരളി ടിവിയുടെ വന്ദനം 2017 മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. NCDC കേരള റീജിയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ പരിശീലന ക്യാമ്പ് നടന്നു. ശിക്ഷക് സദനിൽ നടന്ന ക്യാമ്പ് മേയർ EP ലതയാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്.